സായികുമാറിലേക്ക്. സായികുമാർ, വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച ഭൂമി തട്ടിപ്പ് നടത്തി മറിച്ചു വിറ്റു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന. ഒരു അഭിഭാഷകന്റെ പോരാട്ടം. ഇത് രേഖകൾ സഹിതമുള്ള വിവരമാണ്, വെറുതെ ഒരു ആരോപണമല്ല. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി പോയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ BJP നേതൃത്വത്തിൽ നിന്നും വരേണ്ടതാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിന്മേലൊരു അന്വേഷണം മുന്നോട്ട് പോവുക എന്നൊരു വിഷയവും മുന്നിൽ നിൽക്കുകയല്ലേ സായികുമാർ? തീർച്ചയായും സ്മൃതി, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അന്വേഷണ സംഘങ്ങളെല്ലാം BJPയുടെ കൈവശം ഉള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് പരാതിക്കാരനായ ജഗദീഷ് കുമാർ അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. ഏത് വിധേനയും ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. കാരണം ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്, മുൻ മന്ത്രിമാരാണ്. അതുകൊണ്ട് അവരെ ഏത് വിധേനയും രക്ഷപ്പെടുത്താനുള്ള എല്ലാ പഴുതുകളും ഉപയോഗിക്കും എന്നൊരാശങ്കയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയം അദ്ദേഹം എത്തിച്ചത്. കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് മാറി മാറി വന്ന സർക്കാരുകൾ ഈ കേസ് തേച്ചുമായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ CBIക്കും EDക്കുമൊക്കെ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിലൊന്നും കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഇതിൽ പല വിധത്തിലുള്ള തട്ടിപ്പ് നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൂമി വിൽക്കുന്നതിന് മുൻപ് ഭൂമി ബാങ്കിൽ പണയം വെച്ചു. പക്ഷേ ആ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടറി കെട്ടുകയോ ഏതെങ്കിലും ആളുകൾക്ക് തൊഴിൽ നൽകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ലീസിനെടുത്ത ആ ഭൂമി തരിശായി വർഷങ്ങളോളം ഇട്ടതിന് ശേഷമാണ് പിന്നീട് കോടികൾക്ക് മറിച്ചു വിൽക്കാനുള്ള ശ്രമമുണ്ടായത്. അപ്പോൾ ഈ ഭൂമി വാങ്ങിയത് തന്നെ വലിയ ആസൂത്രിതമായി ഇങ്ങനെയൊരു വിൽപ്പന ലക്ഷ്യം വെച്ച് തന്നെയാണ്. അതിൽ വഞ്ചിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ കർഷകരാണ്. വളരെ തുച്ഛമായ വില മാത്രമാണ് ആ കർഷകർക്ക് ലഭിച്ചത്. 1 ലക്ഷത്തിൽ പരം രൂപ മാത്രം വാങ്ങി അവർ കൃഷി ചെയ്തിരുന്ന, അവരുടെ ആദായം അവർക്ക് കിട്ടിയിരുന്ന ഭൂമി അവരിൽ നിന്ന് കൈക്കലാക്കി വർഷങ്ങളോളം ഒന്നും ചെയ്യാതെയിട്ട് പിന്നീട് വൻ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന, വൻ കുത്തക ഭീമന്മാർക്ക് മറിച്ചു വിൽക്കുന്ന ഒരു നടപടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് BJP സർക്കാരാണ് അനുമതി നൽകിയത് എന്ന ഒരു കാര്യം അദ്ദേഹം രേഖകൾ മൂലം തന്നെ സമർത്ഥിക്കുന്നുണ്ട്. ഇതിൽ ഒരു മന്ത്രിക്കടക്കം പങ്കുണ്ട്. അദ്ദേഹം അഴിമതി കേസിൽ ജയിലിലാണ്. അദ്ദേഹത്തിന് ഈ അഴിമതിയെക്കുറിച്ച് നന്നായിട്ടറിയാം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ തനിക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്. അതുകൊണ്ട് പോലീസ് സംരക്ഷണം അടക്കം തേടിക്കൊണ്ടാണ് താൻ ഈ നിയമ പോരാട്ടം നടത്തുന്നത് എന്ന് കൂടിയാണ് ഇപ്പോൾ അഭിഭാഷകൻ നമ്മോട് പറയുന്നത്. ഇതിലിപ്പോൾ തനിക്കൊന്നിനെയും പേടിയില്ല, രാജീവ് ചന്ദ്രശേഖറിനെതിരെ പോകരുത്, ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കരുത് എന്ന് തന്നോട് പല ആളുകളും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ തനിക്ക് പേടിയില്ല, താൻ ഈ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് കർണാടകയിലെ കർഷകരെ പറ്റിച്ച ഒരു കേസാണ്. അവർക്ക് അവരുടെ ജീവനോപാധി തുച്ഛമായ വിലയ്ക്ക് തട്ടിയെടുത്ത് അത് മറിച്ചുവിറ്റ ഒരു കേസാണ്. ആ കർഷകരെയാണ് വഞ്ചിച്ചത്. അതിൽ അവർക്ക് നീതി കിട്ടിയേ തീരൂ എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു കർഷകരിൽ നിന്ന് ഈ ഭൂമി വാങ്ങിയത്. അവർക്ക് തൊഴിൽ കിട്ടും, അവർക്ക് നല്ല ആദായമുള്ള ഒരു തൊഴിൽ കിട്ടും, ഉപജീവന മാർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുച്ഛമായ വിലയ്ക്ക് കർഷകരിൽ നിന്ന് ഭൂമി വാങ്ങിയെടുത്തത്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. അവരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള ഒരു നീതി കിട്ടിയേ തീരൂ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, അഴിമതി നടത്തിയ ആളുകൾ നിയമത്തിന് മുന്നിൽ വന്നേ പറ്റൂ. അതിന് വിശദമായിട്ടുള്ള ഒരു പരിശോധന വേണം. കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഫലപ്രദമായ വിഷയത്തിൽ ഇടപെടും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയുടെ അടക്കം മേൽനോട്ടത്തിൽ ഒരു പരിശോധന വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതിന് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണമാണ് വേണ്ടത്. എന്തായാലും അഡ്വക്കേറ്റ് ജഗദീഷ് ഈ കേസിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്മൃതി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏത് വിധേന ഇത് മുന്നോട്ട് പോകാൻ കഴിയും. ഇതിൽ കേന്ദ്ര സർക്കാർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം ഒരു മുൻ മന്ത്രി, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്. അഴിമതിയുടെ വലിയൊരു കുംഭകോണം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇനിയും പുറത്തു വരാത്ത ഒരുപാട് പേരുകൾ ഉണ്ടാകും. വലിയ വൻകിട കമ്പനികൾക്കാണ് ഈ ഭൂമി മറിച്ചു വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും കൂടുതൽ വിവരങ്ങൾ, ഭൂമി വിറ്റതിൻ്റെ രേഖകൾ, പണം കൈപ്പറ്റിയതിൻ്റെ രേഖകൾ, വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. ആ വിവരങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ളത്. അത് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. സ്വാഭാവികമായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷം, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, അവർ ഏത് വിധേന ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതടക്കം പ്രധാനമാണ്. സ്മൃതി, സായികുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭീഷണികൾ പരാതിക്കാരനായ അഭിഭാഷകൻ നേരിടുന്നുണ്ട്. പക്ഷേ അത് മറികടന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടരുകയാണ്.
ഇപ്പോൾ ഹൈക്കോടതിയെയും കർണാടക ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുന്നുവെന്നാണ് അഡ്വക്കേറ്റ് ജഗദീഷ് നേരത്തെ നമ്മളോട് പറഞ്ഞത്. വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നിരിക്കുന്നത്. കർണാടകയിലെ സർക്കാർ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ മറിച്ചുവിറ്റത്. 1999 സംഭവമാണ്. BJP കേരള അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അന്ന് 175 ഏക്കർ ഭൂമി മറച്ചു വിൽക്കുകയായിരുന്നു. 313 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. BPL ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് മറിച്ചുവിറ്റത്. സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരിൽ നിന്ന് വാങ്ങിയ ചുളുവിലയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് വലിയ തുകയ്ക്ക് മറിച്ചുവിറ്റിരിക്കുന്നത്. വ്യാവസായിക ആവശ്യത്തിന് അനുവദിക്കുന്ന ഭൂമി അങ്ങനെ മറിച്ചു വിൽക്കുന്നത് ചട്ടവിരുദ്ധമാണ്. സാധാരണക്കാരായ കർഷകരെ പറ്റിച്ച് എടുത്തിരിക്കുന്ന ഭൂമി എന്ന് വേണം കരുതാൻ. ആ നിലയ്ക്ക് കർഷകർക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്നാണ് നേരത്തെ അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞത്. ഭൂമി തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട നിലവിൽ സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട് അഭിഭാഷകൻ KN ജഗദീഷ് കുമാർ. പ്രത്യേക അന്വേഷണ സംഘം SIT വേണമെന്നാണ് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിക്ക് പിന്നാലെ അഭിഭാഷകന് വധഭീഷണിയുമുണ്ട് എന്നുള്ള വിവരം പുറത്തുവരികയാണ്. റോഷിപാലുമുണ്ട്. റോഷിപാൽ, രാജീവ് ചന്ദ്രശേഖരനെതിരെ വന്നിരിക്കുന്ന ഭൂമി കുംഭകോണ ആരോപണമാണ്. ഇത് സംസ്ഥാന അധ്യക്ഷന് എത്രത്തോളം വലിയ തിരിച്ചടിയാകും? ഇത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ്. സ്വാഭാവികമായും SIT രൂപീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രീയമായും അത് കോൺഗ്രസിന് ഒരു വലിയ ആയുധമാവുകയാണ്. ആ നിലയ്ക്ക് അത് മുന്നോട്ട് പോകുമോ? എന്താണ് ഇവിടെ സംസ്ഥാന BJPയിൽ ഒറ്റപ്പെടൽ നേരിടുന്ന സംസ്ഥാന അധ്യക്ഷന് ഈ കേസ് ഉണ്ടാക്കാൻ പോകുന്ന ഭീഷണി? സ്മൃതി, രാജീവ് ചന്ദ്രശേഖരൻ അത് എളുപ്പത്തിൽ ഈ കുംഭകോണ ആരോപണം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ ഉൾപ്പെടുത്തിയാണ് സുപ്രീം കോടതിയെ ഉൾപ്പെടെ ഈ അഭിഭാഷകനായ ജഗദീഷ് സമീപിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട്. ആ കർണാടക സർക്കാർ ഈ പരാതിയിൽ എടുക്കുന്ന നിലപാട്, അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണമെന്ന ആവശ്യമാണ് ജഗദീഷ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും BJPയിൽ സംസ്ഥാനത്ത് വലിയ ഭിന്നത രൂപപ്പെടുന്ന ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരെ പാർട്ടിക്കകത്ത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു തട്ടിപ്പിന്റെ ഭൂമി തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എന്ത് മറുപടിയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ നൽകുക എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. ഇങ്ങനെ ഒരു ഭൂമി തട്ടിപ്പുകാരനാണ് സംസ്ഥാന BJPയെ നയിക്കുന്നത് എന്നത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാകും. അതുകൊണ്ട് തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരടക്കം രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തുന്ന ആ പടയൊരുക്കം അത് കൂടുതൽ ശക്തി ആർജിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായി സംസ്ഥാന BJPക്ക് വലിയൊരു പ്രഹരം കൂടിയാണ് ഈ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ധൈര്യപൂർവ്വം തന്നെ ഈ അഭിഭാഷകനായ ജഗദീഷ് പറയുമ്പോൾ കൃത്യമായ തെളിവുകൾ കൈവശം വെച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നതെന്ന് വ്യക്തം. മാത്രവുമല്ല, ഈ ആരോപണത്തിന് വലിയ ഗൗരവമുണ്ട്. ഈ സർക്കാരിന്റെ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അന്ന് ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയുടെ കൂടി സഹായത്തോടെയാണ് ഇങ്ങനെ ഭൂമി മറിച്ചുവിറ്റതെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഇത് അതീവ ഗൗരവമുള്ളതാണ്. ഈ കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാടും നിർണായകമായിരിക്കും. കാരണം കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആയുധമാക്കാൻ കഴിയും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. BJP ഉയർത്തുന്ന വെല്ലുവിളിയെ തകർക്കാനുള്ള അവസരമായി കോൺഗ്രസ് ഈ ആരോപണങ്ങളെ ഉപയോഗിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇന്ന് സ്വാഭാവികമായും സംസ്ഥാനത്ത് തന്നെയുണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ. സാധാരണ മലയാളം മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്നത് പതിവല്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരണം നൽകുക. അതുകൊണ്ട് ഒരുപക്ഷേ ഇന്ന് ഈ കാര്യത്തിൽ പ്രതികരിക്കുമോ എന്ന് വ്യക്തമല്ല. നേരത്തെ സമാനമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ കാര്യത്തിൽ മറുപടി പറയാതെ വഴുതി മാറുന്ന സ്വഭാവമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്ന പരാതി അതും ഒരു അഭിഭാഷകൻ നൽകി. അതൊരു പോരാട്ടമായി ഏറ്റെടുത്തുകൊണ്ട് അഭിഭാഷകൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ ഈ സ്ഥാപനവുമായി തനിക്ക് ബന്ധമില്ലെന്ന രീതിയിലുള്ള വിശദീകരണം രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിഭാഷകൻ നൽകുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തട്ടിപ്പാണ്. അന്ന് രാജ്യസഭ MP ആണ് രാജീവ് ചന്ദ്രശേഖർ. തന്റെ അധികാരം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി കൈവശപ്പെടുത്തി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി
കർണാടക സർക്കാർ നൽകുന്ന വ്യവസായികൾക്ക് നൽകുന്ന ഭൂമി എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് കൈവശപ്പെടുത്തി അത് ബാങ്കിൽ പണയം വെച്ചു എന്ന ആരോപണം കൂടി ഈ പരാതിയിൽ ഉയർത്തുന്നുണ്ട്. പിന്നീടാണ് അത് വിൽപ്പന നടത്തുന്നത്. അവിടെ ഈ ഭൂമി കൈവശം വെച്ച് 3 വർഷത്തിനിടയിൽ അവിടെ സ്ഥാപനം തുടങ്ങിയില്ലെങ്കിൽ ഭൂമി തിരിച്ചെടുക്കണം സർക്കാർ എന്നതാണ് ചട്ടം. ആ ചട്ടങ്ങൾ പോലും അവിടെ കാറ്റിൽ പറത്തപ്പെട്ടു. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വാധീനം കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഏതായാലും സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം നിർണായകം. അതിനു മുമ്പ് കർണാടക സർക്കാർ ഈ പരാതിയിൽ നടപടിയെടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. സ്മൃതി.